ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് തന്നെയാണ്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ടാണ്. ഇപ്പോൾ സെക്കൻഡ് സെറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ക്രൗൺ ഏരിയ കഴിഞ്ഞിട്ട് 1.5 മാസമായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സെക്കൻഡ് സെറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ക്രൗൺ ഏരിയ ഇപ്പോൾ 1.5 മാസം മുമ്പാണ് കഴിഞ്ഞിട്ട് ഈ ഹെഡ് വാഷ് വരെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇതിന് മുമ്പ് ഒരു സെറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ സാധിക്കും. എൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു 4000 ഗ്രാഫ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്രൗൺ ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ നല്ലോണം വിസിബിൾ ആയി തുടങ്ങിയപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തുള്ളൂ. അതിന് മുമ്പ് ഞാൻ GFCയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇത് കുറേ ഈ 2 വർഷം നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വിസിബിൾ ആയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിന്നത്. അപ്പോൾ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹെഡ് വാഷ് വരെ കാണിച്ചിട്ടുണ്ട്. ഹെഡ് വാഷ് കഴിഞ്ഞ് നമ്മൾ ഷെഡിങ് ടൈമാണ് പിന്നെ വരുന്നത്. ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഷെഡിങ് ടൈം വരും. ഫ്രണ്ട് പോർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് 15-12 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ഷെഡായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുടി അത് നല്ല രീതിയിൽ ഷെഡായിട്ട് പെട്ടെന്ന് ഒരു 1.5 മാസം കൊണ്ട് ഫുള്ള് കൊഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പോൾ ക്രൗൺ ഏരിയയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെഡിങ് ടൈം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷെഡിങ് ആണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ തലയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു മുടിയൊക്കെ വന്നിട്ട് അങ്ങനെ മുടി ഇങ്ങനെ 1-2 ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണ് എന്ന് പറയാൻ കാരണം എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ എൻ്റെ ക്രൗൺ ഏരിയ കണ്ടെങ്കിൽ ഇത്രത്തോളം ഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തെ റിസൾട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കൊഴിഞ്ഞ രീതിയിലുണ്ടായിരുന്നത്. ക്രൗൺ ഏരിയ നോക്കുകയാണെങ്കിൽ ഇതാ ഫുള്ള് കൊഴിഞ്ഞിട്ടില്ല, അപ്പോഴും അതേപോലെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സ്ലോ ആയിട്ടാണ് ഷെഡായി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ മാഡത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്രൗൺ ഏരിയ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഏരിയ ചെയ്തപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. അതിൽ മെയിനായിട്ട് തോന്നിയത് ഷെഡിങ് ടൈമാണ്. ഷെഡിങ് ടൈമിൽ ഫ്രണ്ടൊക്കെ നമ്മൾ ചെയ്തപ്പോൾ 1 മാസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊഴിഞ്ഞിട്ട് ഇവിടെ നല്ലോണം വിസിബിൾ ആയി. ഇപ്പോൾ ക്രൗൺ ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ ഷെഡിങ് ടൈം ഉണ്ട്, പക്ഷെ വളരെ പതുക്കെ കൊഴിഞ്ഞു പോകുന്നുള്ളൂ. അത് ഒരു ഡിപ്പെൻസ് ആണ്. നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫസ്റ്റ് ഹെഡ് വാഷ് ചെയ്ത് അടുത്ത ദിവസം തുടങ്ങി 4 മന്ത്സിന്റെ ഉള്ളിൽ എപ്പം വേണമെങ്കിലും ഷെഡിങ് സ്റ്റാർട്ട് ആകാം. ചിലർക്ക് പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ കൊഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗം വളർന്നു വരും. കുറച്ച് സ്ലോ ആയിട്ട് ഷെഡ് ആവുകയും കുറച്ച് വൈകും, അത്രേ ഉള്ളൂ. 4 മന്ത്സ് വരെ അതിന്റെ സമയമുണ്ട്. അത് ഫ്രണ്ട് ഏരിയ നമുക്ക് പെട്ടെന്ന് പോയിരുന്നു. 1 മന്ത് ആയപ്പോൾ തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയി. ഇപ്പോൾ പതുക്കെ പോയത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നോർമൽ അല്ലാതെ. അതുപോലെ ഗ്രോത്തിനും അതുപോലെ തന്നെയാണ്. ഫ്രണ്ട് ഏരിയയിൽ ഒരു 6 മന്ത്സും കൊണ്ട് കുറച്ച് ബെറ്റർ ആയി ലുക്ക് വരുന്നുണ്ടെങ്കിൽ ക്രൗണിൽ വളരാൻ 9-10 മാസമൊക്കെ സമയം എടുക്കും. വളരെ സ്ലോ ആയിട്ട് വരുള്ളൂ. ഗ്രോത്തും അതുപോലെ സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ റിസൾട്ടിന്റെ കാര്യങ്ങളോ ഇപ്പോൾ ഇവിടെ നല്ല അതേ റിസൾട്ട് ഇവിടെയും കിട്ടില്ല. നമുക്ക് ഫ്രണ്ടിനേക്കാളും കുറച്ച് കുറവായിട്ടായിരിക്കും ഗ്രൗണ്ടിൽ വരുന്നത്. ഫുള്ളായിട്ട് അങ്ങനെ ഗ്രൗണ്ടിൽ വളരത്തില്ല, അതുപോലെ സമയം എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഏരിയ ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു തരിപ്പുണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ എനിക്ക് ഏകദേശം 6-7 മാസം എടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എവിടെ തൊടുന്നുള്ള ഫീല് കിട്ടാൻ. അതുകൊണ്ട് തന്നെ വേറെ പെയിന് കാര്യങ്ങളൊന്നുമില്ല. ഈ ക്രൗൺ ഏരിയ എനിക്ക് പെട്ടെന്ന് ഹീലായി. ഇപ്പോൾ എവിടെ തൊട്ടാലൊക്കെ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിയിലൊക്കെ യാത്രയാണെങ്കിൽ തലയൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു പെയിന് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം. പുതിയ മുടി അങ്ങനെ കിളർച്ച് വരുമ്പോൾ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ ഉണ്ടാകും, ഒരു ഇച്ചിങ് പോലെയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊടുമ്പോൾ ഒരു കുത്തുന്ന പോലത്തെ ശരിക്കും മുടി ഇങ്ങനെ ഉള്ളിൽ തറക്കുന്ന ഫീൽ അങ്ങനെ അമർത്തുമ്പോൾ ഒരു ചെറിയൊരു അതാണ് ഒരു കുത്തുന്ന പോലത്തെ പെയിൻ ആവുന്നത്. അത് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ വേറെ പെയിൻ എന്നുള്ളത്. കാരണം ഫ്രണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ടച്ചിങ് ഫീൽ വരാൻ തന്നെ ഒരുപാട് സമയത്ത് പതുക്കെ നമുക്ക് ഹീലായി വന്നത്. ഇത് പെട്ടെന്ന് ഹീലായതുകൊണ്ടാണ്. ഗ്രാഫ്റ്റ്സ് കുറവല്ലേ, നമുക്ക് ഫ്രണ്ടിൽ 4000 എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിയാണ്, ഇപ്പം ക്രൗണിൽ കുറവല്ലേ, മാഡം പറഞ്ഞ റിസൾട്ട് കേട്ടില്ലെങ്കിൽ. അപ്പോൾ ക്രൗൺ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പതുക്കെ റിസൾട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ പതുക്കെ ഷെഡായി പോവുള്ളൂ എന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ റിസൾട്ട് വരാനും കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 1.5 വർഷം ഒക്കെ എടുക്കും എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ചെയ്തപ്പോൾ 1 വർഷം കൊണ്ട് നല്ല റിസൾട്ടായിട്ട് ഫുള്ള് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ ചെയ്തപ്പോൾ ഒരു 6 മാസത്തോളം നമുക്ക് ടച്ച് ചെയ്താൽ തലയിൽ ടച്ച് ചെയ്യുന്നത് മനസ്സിലാവും. പക്ഷെ എവിടെയാണ് തൊടുന്നതെന്ന് നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ കഴിയില്ലേനു. അതേപോലെ നല്ല ബാക്ക് പോർഷൻ എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാകാൻ തുടങ്ങി ഇത് സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തരിപ്പ് പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ അതിൽ എനിക്ക് ചെറിയ പെയിൻ ഇങ്ങനെ വരും. എങ്ങനെ വെച്ചാൽ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ തല വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു ചെറിയ മുടിയാണുള്ളത് കുത്തി ഇങ്ങനെ അതിങ്ങനെ കാറിൻ്റെ സീറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു പെയിൻ ഇങ്ങനെ ഉണ്ടാവും. എന്തോ ഒരു ഉള്ളിലേക്ക് സൂചി കുത്തുന്ന പോലെ നമ്മൾ ഈ ഒരു മുടി തന്നെ ഇങ്ങനെ കുത്തുമ്പോൾ ചെറിയൊരു പെയിന്, ഒരു ഇച്ചിങ് പോലെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ആ ഒരു സെൻസിറ്റിവിറ്റി പെട്ടെന്ന് വന്നുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കുളിക്കാനും ഒരു പ്രശ്നമില്ല. സാധാരണ പോലെ തന്നെ ഞാൻ കുളിക്കുന്നുണ്ട്. ബേബി ഷാമ്പു വെച്ച് തന്നെ കുളിക്കൽ, ഷാമ്പു
പഴയ പോലെ നമ്മൾ വെള്ളത്തിൽ അലിയിച്ചതിൻ്റെ പത വെച്ചിട്ട് തന്നെയാണ് കുളിക്കൽ, അല്ലാതെ നേരിട്ട് അപ്ലൈ ചെയ്യലൊന്നുമില്ല. അത് പണ്ടേ എന്നോട് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ചെയ്തപ്പോൾ ആ രീതിയിൽ തന്നെ എപ്പോഴും പോകുന്നത്. പിന്നെ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് എടുത്ത പോർഷൻ. എടുത്തതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇപ്പം എൻ്റെ മുടി നമ്മൾ 5500 ഗ്രാഫ്റ്റ് മുടി എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ 4000 ഗ്രാഫ്റ്റ് മുടിയാണ് എടുത്തത്. ഇപ്പോൾ ഒരു 1500 ഗ്രാഫ്റ്റും മൊത്തം 5500 എൻ്റെ താടിയിൽ നിന്നും ബാക്ക് പോർഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോൺ ഏരിയയിൽ നിന്ന് നമ്മൾ മുടി എടുത്തിട്ടുണ്ട്. എന്നാലും ഈ 1.5 മാസത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുടിയൊക്കെ കവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ എത്ര മുടിയായിരിക്കും നമ്മുടെ തലയിലല്ലേ. ഏതായാലും ആ ഒരു പോർഷനൊക്കെ നല്ല രീതിയിൽ കവറായിട്ട് വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇതാ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. 2 വർഷത്തെ ശേഷം റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 വർഷം കഴിഞ്ഞ് ഞാനൊരു പറ്റ കുറ്റിയാക്കി ഇപ്പോൾ ഒരു 1.5 മാസത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. അത്യാവശ്യമൊക്കെ തിക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മളെ ജന്മനാളുള്ള ആ ഒരു മുടിൻ്റെ തിക്നെസ് എന്തായാലും കിട്ടിയിട്ടില്ല. 4000 ഗ്രാഫ്റ്റ് വെച്ചത് അത് അതുപോലെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് മുടി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്നു വന്ന് ചീവി വെക്കുമ്പോൾ എന്തായാലും മനസ്സിലാവില്ല. കാരണം ഈ 1.5 മാസം മുമ്പേ നല്ല മുടി ഉണ്ടായിരുന്നല്ലോ. അന്നിപ്പോൾ ചീവി വെക്കുന്ന സമയത്തൊന്നും ഉള്ളും കാര്യമൊന്നും കാണില്ല. നല്ല വൃത്തിക്ക് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്നുകൂടി ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേന് വളർന്ന് വലുതാവുമെന്നാണ് തോന്നുന്നത്. ക്രൗൺ ഏരിയൻ്റെ അവസ്ഥ ഇതാണ്. പതുക്കെ ഷെഡായി വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് നല്ല തിക്നെസ്സിൽ തന്നെയാണുള്ളത്. ഇനിയൊരു കുറച്ചുകൂടി കഴിഞ്ഞ് അടുത്ത അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഷെഡായി പോകുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ GFC എടുത്തത്. GFC എടുക്കാൻ പോയപ്പോഴാണ് മാഡത്തിനോട് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചത്. GFC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിൻ്റെ പ്ലാസ്മ നമ്മളെ തലയിൽ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. ചെറിയ നീഡിൽ വെച്ചിട്ട്, നമ്മൾ ഇൻസുലിൻ നീഡില്ലേ അത് വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ മുടി വളരാൻ ആവശ്യമായ പോഷകങ്ങളൊക്കെ നമ്മളെ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് തന്നെ പ്ലാസ്മ മാത്രമായിട്ട് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മുടി കൊഴിച്ചിൽ നിർത്താൻ സാധിക്കും കേട്ടോ. കഴിഞ്ഞ തവണ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ ഇത്രയും കാലം നിർത്തിയത് തന്നെ ശരിക്കും ഈ ഒരു GFC കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു പോകുന്നതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മുടി കൊഴിഞ്ഞു പോകും. കാരണം നമ്മൾ മുടി കൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള മുടിയും കൊഴിയാനുള്ളതാണ്. അത് കൊഴിയാണ്ട് നിർത്തലും നമ്മൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ GFC അല്ലെങ്കിൽ PRP ഒക്കെ ചെയ്യുന്നത്. ഹെഡ് വാഷിന് ശേഷം പതുക്കെ ഷെഡിങ് ഉണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ, തീരെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചിലപ്പോൾ കുട കൂടിയിട്ട് പോകും, അല്ലെങ്കിൽ ടവല് തലയിൽ കെട്ടാനുള്ളത്. വെയിൽ കൊള്ളൽ മാക്സിമം ഒഴിവാക്കുക, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഒഴിവാക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ വേറെ കെയറിങ്ങിനായിട്ട് മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബയോട്ടിൻ ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. ബയോട്ടിൻ ടാബ്ലറ്റ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോരുന്ന സമയത്ത് 3 മാസത്തേക്ക് നമുക്ക് തരുന്നുണ്ട്. അത് ബയോട്ടിനാണ്, അതുകൊണ്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ഒരു മരുന്നില്ല. അത് രാവിലെ ഫുഡിന് ശേഷം ഒന്ന് കഴിക്കും. അല്ലാണ്ട് വേറെ ഒരു മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി എടുക്കേണ്ടതില്ല. അത് മുടി താനെ വന്നോളും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളമോ കാര്യങ്ങളും അതുപോലെ ഈ വെയിൽ കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഒരു 2 മാസത്തേക്ക് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.